സർ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് പടർന്നു പിടിക്കുകയാണ്. പഴയ കോവിഡിനേക്കാൾ വില്ലനാണോ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്? കോവിഡ് വന്നപ്പോൾ നമുക്കറിയാത്തൊരു രോഗമായിരുന്നു. കുറച്ച് ആദ്യത്തെ ആഴ്ചകളെ കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും നമുക്ക് അറിവുണ്ടായത്. കോവിഡ് വന്നപ്പോൾ വൈറസ് രോഗമാണ്, പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടും ആരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ സജ്ജരല്ലായിരുന്നുകൊണ്ടും ആശുപത്രികൾ സജ്ജരല്ലായിരുന്നുകൊണ്ടും നമുക്കുണ്ടായ ആഘാതം ഭയങ്കരമാണ്. ഇറ്റലിയിലായാലും അമേരിക്കയിലായാലും പിന്നെ ഇന്ത്യയിലായാൽ പോലും നമുക്ക് വന്നത്രയും രോഗികളെ ഉണ്ടായത്രയും രോഗികളെ കിടത്താനുള്ള സ്ഥലമില്ലാതെ പോയി, അവർക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാതെ പോയി, വെൻറ്റിലേറ്ററുകൾ ഇല്ലാതെ പോയി, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ കോവിഡിൻ്റെ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, അറിയാത്ത രോഗം പെട്ടെന്ന് പടരുന്നു, നമ്മുടെ മുന്നിൽ മനുഷ്യർ മരിക്കുകയാണ്, അവരെ കിടത്താനുള്ള സംവിധാനങ്ങൾ തൊട്ട് വെൻറ്റിലേറ്റർ പോലുള്ള മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾക്ക് വരെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. പിന്നെ ആശുപത്രികൾ എന്ത് ചെയ്യണമെന്നറിയാം, സർക്കാർ ആശുപത്രികളിലുള്ള സ്റ്റാഫിനെ കൊണ്ട് ഇവരെ ഈ രോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സ്വകാര്യ ആശുപത്രികൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാത്തതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ നമ്മൾ പൂട്ടിയിട്ടിരുന്ന അവസ്ഥ. ഇങ്ങനത്തെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് ഏത് ലോകത്തും ഏത് രാജ്യത്തും അത് സംഭവിക്കും. അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി സംഭവിച്ചിട്ടുണ്ട്. കാരണം ആരോഗ്യരംഗത്തെ നീക്കിയിരിപ്പും ആരോഗ്യരംഗത്തെ റിസോഴ്സസും ഒക്കെ നമുക്ക് കുറവായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടാതെ നമുക്ക് പുതിയ രോഗമായതുകൊണ്ട് ഇത് ചികിത്സിക്കാൻ മരുന്നില്ല. സ്വാഭാവികമായിട്ടും വൈറസ് രോഗമാണ്, അതിനെതിരെ മരുന്നുകളില്ല. പിന്നെ വാക്സിനേഷനും ഇല്ലായിരുന്നു ആദ്യം. പിന്നെ വാക്സിനേഷനുകൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായി. മാത്രമല്ല, രോഗം വന്നവരെ നമുക്ക് മെഡിക്കൽ സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ രോഗം വന്നവർക്ക് പോലും പിന്നീട് രോഗം വരാനുള്ള സാധ്യത കുറഞ്ഞു. അപ്പോൾ നമുക്ക് അണുബാധ കിട്ടിയതുകൊണ്ടുള്ള പ്രതിരോധവും ജീവിച്ചിരുന്നവർക്ക്, പിന്നെ വാക്സിനേഷൻ വഴി ഉണ്ടാക്കിയ പ്രതിരോധവും കൊണ്ട് നമ്മളൊരു സമയമായപ്പോൾ നമ്മൾ ഈ രോഗത്തെ നേരിടുന്നതിന് നമുക്ക് ശക്തി പ്രാപിക്കുകയൊക്കെ ഉണ്ടായി. ആദ്യം നിരനിരയായിട്ട് മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ പിന്നീട് പ്രായമുള്ളവരും മറ്റു രോഗങ്ങളുള്ളവരും മാത്രം മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പല വേരിയൻസ് ഉണ്ടായി, വകഭേദങ്ങളുണ്ടായി വൈറസിന്. അപ്പോൾ വൈറസിൻ്റെ വകഭേദങ്ങൾ വരുമ്പോൾ സാധാരണ അവയുടെ വീര്യം കുറയുന്നതായിട്ട് കണ്ടു. എന്നാൽ ചില വേരിയൻസ് കൂടുതൽ മരണങ്ങളായിട്ട് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ കണ്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ടും കാണുന്നത് കോവിഡിൻ്റെ വ്യാപനവും ശക്തിയും കുറഞ്ഞതായിട്ടാണ്. അപ്പോൾ തുടക്കത്തിലുണ്ടായത്ര ആശയക്കുഴപ്പമില്ല, മരണങ്ങളില്ല, ആശുപത്രികൾ ലോകം മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രികൾ മെച്ചപ്പെട്ടു, വാക്സിനേഷനുണ്ട്, പിന്നെ മറ്റ് മെഡിക്കൽ സംവിധാനങ്ങൾ, അത് സ്റ്റെതസ്കോപ്പ് മുതൽ വെൻറ്റിലേറ്റർ വരെ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആ രോഗം കുറച്ചുകൂടി പടർന്നാലും നേരിടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായി. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഇപ്പോഴത്തെ പുതിയ വേരിയൻസ് ഒരുപാട് വ്യാപിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാടെന്ന് പറയുമ്പോഴും നമുക്ക് കൃത്യമായ കണക്കുകളില്ല. ഒരാഴ്ചയിൽ 1000 കേസൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ കേസുകൾ വ്യാപിക്കുന്നത് കാണുന്നത്. ഈ 1000 ആണോ 10,000 ആണോ നമുക്കറിയില്ല. കാരണം മൈൽഡായിട്ട് വരുന്ന കോവിഡ് പലപ്പോഴും കോവിഡാണെന്ന് അറിയാതെ തന്നെ പോവും, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ ഈ ടെസ്റ്റ് ചെയ്തില്ല എന്ന് വരും. ടെസ്റ്റിങ് വളരെ കുറവാണ്. പിന്നെ വളരെ ഗുരുതരമായ ആശുപത്രിയിലേക്ക് കിടത്തുമ്പോഴേക്കും ഒരു പക്ഷേ പകർച്ച സാധ്യതയുള്ളതുകൊണ്ടും ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു രോഗികൾക്കും സുരക്ഷിതത്വം വേണ്ടതുകൊണ്ടൊക്കെ ഒരു പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സെൻറ്റിനൽ സൈറ്റ്സ് ഉണ്ട്, ചില കേന്ദ്രങ്ങൾ നമ്മളിട്ട് കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില നിശ്ചിത കേന്ദ്രങ്ങളിൽ. അതുകൂടാതെ ഇപ്പോൾ രോഗം വന്ന് ആശുപത്രിയിലെത്തുമ്പോൾ കോവിഡ് സംശയം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചേർത്തൊക്കെ ഒരാഴ്ചയിൽ 1000 കേസായപ്പോൾ നമ്മൾ ഇത് 250 ഒക്കെ ആയിരുന്നത് 1000 ആയപ്പോൾ 4 ഇരട്ടിയായപ്പോൾ ഒരാഴ്ചയിലായപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വല്ലാതെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സമ്മർ സീസണിലൊക്കെ കേസുകൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോലും ജനങ്ങൾക്ക് തണുപ്പൊക്കെ മാറി പുറത്ത് വരികയും ആഘോഷങ്ങളും ഒരുമിച്ച് ചേരലും ഉത്സവങ്ങളൊക്കെ കൂടുതൽ വരുമ്പോഴത്തേക്ക് രോഗം പടരാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ എണ്ണം കൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കാണുന്നില്ല. പിന്നെ പഴയതുപോലെ തന്നെ വൃദ്ധരിലൊക്കെയാണ് മരണങ്ങൾ കാണുന്നത്. എങ്കിൽ തന്നെയും രോഗം പടരുന്നതും അതുവഴി ഉണ്ടാകുന്ന മരണങ്ങളെപ്പറ്റിയൊക്കെ സർക്കാരൊക്കെ സംസ്ഥാന ദേശീയ സർക്കാർ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഗവൺമെൻറ്റുകൾക്ക് ചെയ്യുന്നതിനും പരിമിതിയുണ്ട്. കാരണം ഇത് മനുഷ്യനിലേക്ക് കൊടുക്കുന്ന അസുഖമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പഴയതുപോലെ സാമൂഹ്യ അകലം എക്കാലം അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ
കോവിഡാകാൻ സാധ്യതയുണ്ട്. ഒരു ജലദോഷം ഉണ്ടെങ്കിൽ പോലും, തുമ്മലും ചുമയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഴിവതും കൂട്ടമുള്ള പ്രദേശങ്ങളിൽ പോകാതിരിക്കുക, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകാതിരിക്കുക കഴിയുമെങ്കിൽ. അഥവാ പോകേണ്ടി വരികയാണ് നമുക്ക് മാസ്ക് വയ്ക്കാം. പിന്നെ നമുക്ക് അസുഖം മറ്റുള്ളവരോടും പറയാം, മാസ്ക് വയ്ക്കാൻ പറയാം. അപ്പോൾ അത്രയും കാലം ശ്രദ്ധിക്കാം. പിന്നെ വാക്സിനേഷനൊക്കെ ബൂസ്റ്റ് എടുക്കാൻ പറ്റുന്നവർ, പ്രത്യേകിച്ച് പ്രായമുള്ളവർ, മറ്റു രോഗങ്ങളുള്ളവർക്ക് ബൂസ്റ്റൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ശുചിത്വ ശീലങ്ങളുണ്ട്. നമ്മൾ കോവിഡ് വരുമ്പോൾ മാത്രമല്ല നമ്മൾ കൈ കഴുകേണ്ടത്. അപ്പോൾ അല്ലാത്തപ്പോഴും നമ്മൾ കൈ ശുദ്ധമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാതെ കൈ മൂക്കിലും വായിലുമൊക്കെ എത്തുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വ്യക്തി ശുചിത്വം ശ്രദ്ധിക്കണം, സമൂഹത്തിൽ ശുചിത്വം ശ്രദ്ധിക്കണം. നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗമായതുകൊണ്ട് നമുക്ക് പകരാതിരിക്കാൻ നമ്മളൊരു കൂട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമുള്ള സമയമാണ്, അല്ലെങ്കിൽ പ്രായമുള്ള ആളാണ്, മറ്റുള്ള രോഗങ്ങളിലാണ്, പ്രമേഹം പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു ചടങ്ങിനോ പാർട്ടിക്കോ പോകുമ്പോൾ ഒക്കെ മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. നമുക്ക് അസുഖമുണ്ട്, തീർച്ചയായിട്ടും മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. മൊത്തത്തിൽ നമ്മുടെ ശുചിത്വം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ശുചിത്വ ശീലങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ജനത എന്ന നിലയ്ക്കും ശീലിക്കണം.